സ്മാർട്ട് കോർണറിലേക്ക് സ്വാഗതം. പ്രായോഗിക മലയാളം എന്ന വിഷയത്തിലെ രണ്ടാമത്തെ ബ്ലോക്കിലുള്ള പാഠമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് പ്രഭാഷണം എന്നാണ്. ഈ ഒരു രണ്ടാമത്തെ ബ്ലോക്കിനകത്ത് നമ്മൾ പ്രഭാഷണങ്ങളെ കുറിച്ച്, പ്രസംഗങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. നമ്മൾ ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റ് ചെയ്തിട്ടുള്ള സുകുമാർ അഴീക്കോടിന്റെ ആ ഒരു പ്രഭാഷണം എന്ന അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം വരുന്നത് കേട്ടോ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്തെല്ലാമാണ് പറയുന്നതാണ് നോക്കുന്നത്. ആദ്യം തന്നെ സുകുമാരൻ അഴീക്കോടിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരു സാഹിത്യ വിമർശകനാണ്, പ്രഭാഷകനാണ്, അധ്യാപകനാണ്. ഈ മേഖലയിലെല്ലാം അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ സഞ്ചരിക്കുന്ന മനസ്സാക്ഷി അല്ലെങ്കിൽ പ്രഭാഷണ കലയുടെ കുലപതി എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. ഈ പേരിലെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. സാഹിത്യം, തത്വചിന്ത, സാമൂഹിക ജീവിതം, ദേശീയത തുടങ്ങി ഏതു വിഷയത്തിലുള്ള നൈപുണ്യവും ചടുലതയും അഴീക്കോടിന്റെ പ്രഭാഷണങ്ങളെയും ഗ്രന്ഥങ്ങളെയും ശ്രദ്ധേയമാക്കി. പറയുന്നതാണ് വാക്കെങ്കിൽ വാക്കിന്റെ യഥാർത്ഥമായ കല പ്രഭാഷണമാണ്. അവനവന് തെറ്റായി തോന്നുന്ന ആശയം അത് തെറ്റെന്ന് അറിവുള്ള ആളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന വാഗ്ജാല പ്രയോഗത്തിന്റെ വിദ്യയാണ് പ്രസംഗമെന്ന് പൊതുവിൽ ഒരു ആക്ഷേപമുണ്ട് എന്നാണ് സുകുമാർ അഴീക്കോട് പറയുന്നത്. എന്തൊക്കെയായാലും മനുഷ്യരുടെ മനസ്സുകളെ ഭരിക്കുന്ന കലയാണ് പ്രസംഗകല എന്ന് പ്ലോട്ടോവിനോടൊപ്പം ആരും സമ്മതിച്ചു പോകും. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നുള്ള ഒരുപാട് നല്ല പ്രശസ്തി ആർജിച്ചുള്ള പ്രഭാഷകരെ കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ആദ്യം തന്നെ പ്ലോട്ടോവിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പ്ലോട്ടോ പറഞ്ഞൊരു കോട്ടിങ്സ് എടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. പ്രസംഗകലയുടെ ഐന്ദ്രജാലിക സിദ്ധികൾക്ക് മികച്ച നിർദ്ദേശം പണ്ടെന്ന പോലെ ഇന്നും പ്രാചീന ഗ്രീസിലെ ഡൊമസ്തനിസ് ആണ്. ഡൊമസ്തനിസിനെ കുറിച്ച് പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു പ്രാസംഗികനാണ്. പ്രസംഗത്തിന്റെ നേതാവ് അല്ലെങ്കിൽ അതിന്റെ ഒരു കുലപതി എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരാളാണ് ഡൊമസ്തനിസ്. പ്രാചീന റോമിലെ ഏറ്റവും മഹാനായ പ്രാസംഗികനാണ് ആദർശശാലിയായ മാർസ് തൂളിയസ് സിസോറോ. 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയം ഉദയം കൊള്ളിച്ച 3 പ്രഭാഷ താരങ്ങളത്രേ എഡ്മണ്ട് ബാർക്കർ, ചാൾസ് ജെയിംസ് ഫോക്കസ്, റിച്ചാർഡ് വിൻസി ഷിറിഡൻ എന്നിവർ. ആംഗല സാഹിത്യത്തിൽ ഉയർന്ന കവിതയുടെയും നാടകത്തിന്റെയും അടുത്തു സ്ഥാനം നേടിയ പ്രഭാഷണങ്ങൾ ബർക്കിൻ്റേതു മാത്രമാണ്. ഫോക്സും പീറ്റും ഷെരിഡനും കൂടുതൽ ശ്രവണ ഭംഗിയുള്ള പ്രാസംഗികരാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ, സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രാസംഗികരുടെ പേരുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ കുറിച്ചും അദ്ദേഹം എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഓരോ പ്രാസംഗികരുടെ പേരും നിങ്ങൾ പഠിച്ചിരിക്കണം. പാട്രിക് ഹെൻറി ക്ലോ, ഡാനിയൽ വെബ്സ്റ്റർ എന്നിവരുടെ പേരുകൾ രോമാഞ്ചത്തോടു കൂടി മാത്രമേ അമേരിക്കക്കാർ ഓർക്കുകയുള്ളൂ. ഹെൻറി ക്ലേ അടിമ പ്രശ്നത്തെക്കുറിച്ച് 2 ദിവസം നീണ്ടുനിന്ന മഹാപ്രസംഗം നടത്തിയതാണ് അദ്ദേഹത്തിന്റെ ചരമത്തിന് കാരണമായി തീർന്നത്. അമേരിക്കയുടെ നമ്പർ 1 പ്രാസംഗികൻ ഡാനിയൽ വെബ്സ്റ്റർ ആണ്. ഇനി നമ്മൾ ഇന്ത്യയിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രാസംഗികരെ കുറിച്ചാണ് പറയുന്നത്. ബംഗാളിന്റെ ഇടിനാദം എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രാസംഗികനാണ് സുരേന്ദ്രനാഥ ബാനർജി ആയിട്ട് വരുന്നത്. സിംഹഗർജനം പ്രഭാവനായ വിപിൻ ചന്ദ്രപാലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വിപിൻ ചന്ദ്രപാലിന്റെ സിംഹഗർജനം പോലെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്തത് ആനി ബസന്റിനെ കുറിച്ചാണ്. വാണിദേവിയുടെ അവതാരമാണെന്നാണ് ആനി ബസന്റിനെ കുറിച്ച് പറയുന്നത്. ഇവരെ പോലെയുള്ള ജിഹ്വകൾ ഈ നാടിന്റെ ഏറ്റവും മൂർച്ചേറിയ സമരായുധങ്ങളായിരുന്നു. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഏതൊരു പ്രാസംഗികരെടുത്താലും അവരെല്ലാം അവരവരുടെ രാജ്യത്തിലുള്ള സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ നടന്ന ഉച്ചനീചത്വങ്ങൾക്കൊക്കെ എതിരെ പ്രസംഗിച്ചിട്ട് മുന്നോട്ട് വന്ന് പ്രശസ്തി ആർജിച്ച പ്രസംഗികരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അവിസ്മരണീയമായ മറ്റൊരു പ്രഭാഷകൻ അണ്ണാമലൈ സർവകലാശാലയുടെ സ്ഥാപകനും ഭാരതീയ ദേവാസംഘത്തിന്റെ നേതാവുമായിരുന്ന VS ശ്രീനിവാസ ശാസ്ത്രിയാണ്. കാവ്യാത്മകൾ കൊണ്ട് സുശ്രമമായ പ്രസംഗം ചെയ്തു പേരു നേടിയ ഒരു പ്രഭാഷകനായിരുന്നു സരോജിനി നായിഡു. ഡോക്ടർ രാധാകൃഷ്ണന്റെ തത്വശാസ്ത്ര പ്രഭാഷണങ്ങൾ കിഴക്കെന്ന പോലെ പടിഞ്ഞാറും പ്രശസ്തി ആർജിച്ചിരുന്നു. പ്രഭാഷണം കൊണ്ടും വിശ്വവിജയം നേടിയ ഒരേയൊരു ഭാരതീയൻ സ്വാമി വിവേകാനന്ദനാണ്. വാക്കിന്റെ മഹിമയെ പൂർണ്ണമായും മനസ്സിലാക്കി അതിന്റെ ചൈതന്യത്തെ സാക്ഷാത്കരിച്ച ആളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഇംഗ്ലണ്ടിന്റെ ചർച്ചിലും ജർമ്മനിയുടെ ഹിറ്റ്ലറുമാണ് പ്രഭാഷകന്റെ ദുർജവമായ ശക്തി കൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ അധ്യക്ഷമാക്കി തീർത്ത 2 ആധുനികര്. ഹിറ്റ്ലറിനെ ആധുനിക യുഗത്തിലെ ഡൊമസ്തനിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഹിറ്റ്ലർ അത്രയും നല്ല പ്രാസംഗികൻ എന്നാണ് പറയുന്നത്. പ്രസംഗകലയിൽ ലോകം കണ്ട ഏറ്റവും നല്ല
പ്രാസംഗികൻ ഡൊമസ്തനീസ് ആണ്. അപ്പോൾ ഹിറ്റ്ലറെ ആ ഒരു ആധുനിക യുഗത്തിലെ ഡൊമസ്തനീസ് ആണ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത്രയും നല്ല പ്രാസംഗികനായിരുന്നു ഹിറ്റ്ലർ. ഉത്തമനായ പ്രാസംഗികൻ ഉത്തമരായ മറ്റെല്ലാ കലാകാരന്മാർക്കൊപ്പം ഉണ്ടാകുന്നവനാണ്, ഉണ്ടാക്കപ്പെടുന്നവനല്ല എന്നാണ് സുകുമാർ അഴീക്കോട് പറയുന്നത്. ഈ ഒരു കോട്ടിങ്സ് വെച്ചിട്ട് കഴിഞ്ഞ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്: ഉത്തമനായ പ്രാസംഗികൻ ഉത്തമരായ മറ്റെല്ലാ കലാകാരന്മാർക്കുമൊപ്പം ഉണ്ടാവുന്നവനാണ്, ഉണ്ടാക്കപ്പെടുന്നവനല്ല എന്ന സുകുമാർ അഴീക്കോടിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് സംവദിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക എന്നുള്ള ഒരു ചോദ്യം കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. പ്രസംഗം ശ്രോതാക്കളുടെ ഹൃദയത്തിൽ കടത്തുകയാണ് പ്രാസംഗികന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. പ്രഥമവും പരമപ്രധാനവുമായ സംഗതി താൻ സംസാരിക്കുന്ന വിഷയത്തെപ്പറ്റി പ്രാസംഗികനിൽ ഉണ്ടായിരിക്കേണ്ട ആത്മാർത്ഥതയും ഹൃദയപൂർവ്വവും അഗാധവുമായ ബോധവും സ്നേഹവുമാണ്. തനിക്ക് പ്രസ്തുത വിഷയത്തെപ്പറ്റി ഉറച്ച ജ്ഞാനമുണ്ടെന്ന സത്യസന്ധമായ ധാരണയുണ്ടെങ്കിൽ പ്രാസംഗികനെ ഒരിക്കലും രംഗഭീതി എന്ന മഹാഭീതി അലട്ടുകയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് സദസ്സിനെ പേടിയും സ്റ്റേജിൽ കയറിയാൽ പേടിയൊക്കെ ഉണ്ടാവില്ല, ആ ഒരു പേടിയൊന്നും ഉണ്ടായിരിക്കില്ല. എങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസംഗം പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് നല്ല വിവരമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതിൻ്റെ പൂർവ്വ കാര്യങ്ങളും എനിക്കറിയാമെന്ന് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടെങ്കിൽ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് നല്ല രീതിയിൽ പ്രസംഗിക്കാൻ സാധിക്കും. ആ രംഗഭീതി, സ്റ്റേജ് ഫിയർ ഒന്നും നമുക്ക് ഉണ്ടാകില്ല എന്നാണ് അഴീക്കോട് പറയുന്നത്. പ്രസംഗികന് പ്രസംഗ വിഷയ വിജ്ഞാനം മാത്രം ഉണ്ടായാൽ പോരാ, അതിനപ്പുറത്തുള്ള വിഷയങ്ങളെപ്പറ്റിയും നല്ല അറിവ് വേണ്ടതാണ്. വികാരം, വിജ്ഞാനം എന്നിവയുടെ കൂടെ നിൽക്കേണ്ടതാണ് വിവേകം. ചിന്താശീലവും യുക്തിശീലതയും പ്രസംഗകരിൽ ഒഴിച്ചുകൂടാത്ത ഗുണങ്ങളാണ്. പ്രാസംഗികൻ വർജിക്കേണ്ട ഏറ്റവും വലിയ ദോഷമാണ് വാചോടോപം അഥവാ വാചാലത. അതായത് പ്രസംഗികൻ ഒഴിവാക്കേണ്ട ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് വാചാലതയാണ്. അതായത് മൈക്ക് കിട്ടിയാൽ എന്തും പറയാമെന്നുള്ള ഒരു ധാരണയുള്ള പല ആളുകളുണ്ടാവില്ലേ, ആ ഒരു കാര്യം ഒഴിവാക്കണം. നമ്മൾ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അല്ലാതെ മൈക്ക് കിട്ടിയാൽ എന്തും പറയാമെന്നുള്ള ഒരു ധാരണയുള്ള പല ആളുകളുണ്ട്. അപ്പോൾ അത് പാടില്ല. അതൊരു പ്രാസംഗികനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ഡീമെറിറ്റ് ആയിട്ടാണ് സുകുമാർ അഴീക്കോട് ഇവിടെ പറയുന്നത് കേട്ടോ. പ്രത്യുൽപ്പന്ന മിതത്വമാണ് പ്രാസംഗികന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് ജന്മായത്തമായ പ്രതിഭാവിശേഷം കൊണ്ട് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ. അതായത് പ്രത്യുൽപ്പന്ന മിതത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറയില്ലേ, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാം. ഒരു സന്ദർഭം വന്നാൽ അതിൽ പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ, സന്ദർഭോചിതമായിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ള അങ്ങനെയുള്ള അവസ്ഥകളുണ്ടല്ലോ, അതിനെയാണ് പ്രത്യുൽപ്പന്ന മിതത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യുൽപ്പന്ന മിതത്വമാണ് ഒരു പ്രാസംഗികന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല, അത് ജന്മസിദ്ധമായിട്ട് നമുക്ക് ലഭിക്കേണ്ട ഒന്നാണ്. പ്രാസംഗികന്റെ സ്വരമാണ് പ്രസംഗത്തെ വിജയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അധികം നേർത്തതോ കനത്തതോ അല്ലാത്ത ഗൗരവമുള്ള പുരുഷ ശബ്ദമാണ് പ്രസംഗത്തിന് ഏറ്റവും പറ്റിയത് എന്നാണ് അഴീക്കോട് പറയുന്നത്. ഇങ്ങനെ വികാരവും വിജ്ഞാനവും വിചാരവും നിറഞ്ഞ് സുശ്രവമായ ശബ്ദത്തോടെ ഉചിതമായ അംഗവിക്ഷേപങ്ങൾ കലർത്തി മഹത്തായ ഒരു വിഷയത്തെക്കുറിച്ച് ആത്മധൈര്യത്തോടെ പ്രസംഗിച്ചാൽ വാഗ്ദേവതയ്ക്ക് അനുശ്വരനിഖേതനായ ഒരു ഉത്കൃഷ്ട കലാശില്പമായിട്ട് ആ പ്രഭാഷണം മാറുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ട് വികാരത്തോടെയും വിജ്ഞാനത്തോടെയും എല്ലാം നിന്ന് നല്ല ശബ്ദത്തോടു കൂടി നമ്മൾ ആ ഒരു ആത്മധൈര്യത്തോടെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ അതൊരു നല്ല പ്രസംഗമായി മാറുമെന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യവും ജനാധിപത്യ ബോധവും പരക്കെ വ്യാപിപ്പിച്ച നവോത്ഥാന ദശകങ്ങളിലും സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലുമാണ് ഏറ്റവും ഉയർന്ന വാഗ്മിതത്വം പ്രതിഫലിച്ചിരുന്നത്. അതായത് ഏറ്റവും നല്ല പ്രഭാഷകരുണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര നവോത്ഥാന കാലഘട്ടങ്ങളിലാണ്. അതായത് നമ്മുടെ അന്നത്തെ ഒരു നാട്ടിലുണ്ടായിരുന്ന ഉച്ചനീതിത്വങ്ങൾക്കും ജന്മികുടിയാൻ വ്യവസ്ഥയ്ക്കും എതിരെയൊക്കെ സംസാരിച്ചിട്ട് മുന്നോട്ട് വന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉണ്ടല്ലോ. ഒരു കവലതോറും പ്രസംഗങ്ങൾ നടത്തിയിട്ടാണല്ലോ ആളുകളിലേക്ക് ഈ ഒരു സ്വാതന്ത്ര്യ സമര സന്ദേശങ്ങളൊക്കെ എത്തിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്ന ആളുകളാണ് ഏറ്റവും നല്ല പ്രാസംഗികരായിട്ട് മാറിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രസംഗത്തിന്റെ ഉന്നം സത്യമല്ല വശീകരിക്കലാണ് എന്ന് പറഞ്ഞത് ആരാണ്? മെക്കാളെയാണ് ആ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ മനസ്സുകളെ ഭരിക്കുന്നതിന്റെ കലയാണ് പ്രസംഗകല എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം പ്ലോട്ടോയാണ്. മൂന്നാമത്തെ ചോദ്യം, അണ്ണാമല സർവകലാശാലയുടെ സ്ഥാപകനായ പ്രഭാഷകൻ ആരാണ്? VS ശ്രീനിവാസ ശാസ്ത്രിയാണ്. പ്രാചീന റോമിലെ പ്രശസ്തനായ പ്രഭാഷകൻ ആര്? മാർക്കസ് തൂലിയസ് സിസാറോ ആണ്. അഞ്ചാമത്തെ ചോദ്യം, 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ പ്രസിദ്ധ പ്രഭാഷകർ ആരെല്ലാം? എഡ്മണ്ട് ബർക്ക്,
ചാൾസ് ജെയിംസ് ഫോക്സ്, റിച്ചാർഡ് ബിൻസി ഷെറിഡൻ, ഇവർ 3 പേരുമാണ് 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട പ്രഭാഷകർ. 7ാമത്തെ ചോദ്യം, ബംഗാളിന്റെ ഇടിനാദം എന്നറിയപ്പെടുന്ന പ്രാസംഗികൻ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളിന്റെ ഇടിനാദം എന്നറിയപ്പെടുന്നത്. അമേരിക്കയുടെ നമ്പർ 1 പ്രാസംഗികൻ ആരാണ്? ഡാനിയൽ വെബ്സ്റ്റർ ആണ് അമേരിക്കയുടെ നമ്പർ 1 പ്രാസംഗികൻ.